ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ 2 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് നമ്മൾ ബ്രെഡിൻ്റെ ഒരു പുറത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റണ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതാ മിൽക്ക് മെയ്ഡ് 2 ബ്രെഡിൻ്റെയും പുറത്തേക്ക് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏതൊരു അഭിപ്രായവും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിള്ളേർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ ഇതിലേക്ക് ആ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ടാ എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ടെന്ന് പലരും കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. ഞാനത് മാറ്റാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും സംസാരിക്കുന്നതായതുകൊണ്ട് മാറ്റാൻ കുറച്ച് പ്രശ്നമുണ്ട്. അത് സാവധാനത്തിൽ മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതൊരു ചൂടായ പാനിലേക്ക് ഞാൻ ബട്ടർ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ബട്ടർ നല്ല ഇഷ്ടമാവുമല്ലോ. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ ബ്രെഡ് സ്ലൈസ് ഞാൻ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം. പിന്നെ മറ്റേ ബ്രെഡ് സ്ലൈസ് ഞാൻ ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെക്കുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശരിയാവും കേട്ടോ. ഇതൊരു 2 മിനിറ്റ് നേരം ഒരു ഭാഗം ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ മൊരിച്ച് എടുക്കണം. ഇത് 2 വശം ഇതുപോലെ മറച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. ഇത് പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റണ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. ഇതിപ്പോൾ നട്ട്സിൻ്റെ ടേസ്റ്റും അതുപോലെ ചോക്ലേറ്റൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇപ്പോൾ ഇതേ നമ്മുടെ ഈ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാനായിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്നും ഇഡ്ഡലിയും ദോശയും കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ഒരു ദിവസം വെറൈറ്റി ആയിട്ടൊക്കെ ഇത് നമുക്ക് കൊടുത്തു വിടാം കേട്ടോ. അവർ സ്നാക്സ് ബോക്സ് കാലിയാക്കി തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും. ഞാനിപ്പോൾ ഇത് എൻ്റെ മോൾക്ക് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാറുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഏതൊരു അഭിപ്രായവും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.